ഹലോ. അപ്പം പാർട്ട് 2 ആണേ. അങ്ങനെ അടുത്ത കുറേ ഞാൻ തുറന്നു. അതിനകത്ത് നിന്നൊരു പേഴ്സ് വന്നു. പിന്നെ പൗച്ച് എടുത്തു കേട്ടോ. പൗച്ചിനകത്ത് എന്തോ ഉണ്ട്, അതുകൊണ്ട് അത്ര സൂക്ഷിച്ച് പിടിച്ചേക്കുന്നത്. എന്തോന്ന് ഞാൻ പറഞ്ഞു തരാവേ. അതിനകത്ത് മക്കൾക്ക് സൈക്കിളിൻ്റെ മുട്ടായി മേടിച്ചതിൻ്റെ പ്രൈസ് ടാഗ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് കിട്ടാനില്ല. അത് ഞാൻ എവിടെ പോയപ്പോൾ കണ്ടപ്പം ഞാൻ മേടിച്ചതാണ്. അങ്ങനെ ഞാൻ ഒരു സൈക്കിളേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ 2 വീലുണ്ടല്ലോ, 2 വീല് ഒരെണ്ണം ഒരാൾക്കും ഒരെണ്ണം അടുത്താൾക്കും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പ്രൈസ് ടാഗും കയറി ബാഗിനകത്തിട്ടതാണ്. പിന്നെ തലയിൽ കുത്തുന്നൊരു ബീഡ്സ്, പിന്നെ NSൽ ടോക്കൺ എടുത്ത ടോക്കണിൻ്റെ ഒരു ബില്ലും ഉണ്ട് കേട്ടോ. ബില്ലിനകത്ത് ഇങ്കൊന്നും ഇല്ല കേട്ടോ, പേപ്പർ മാത്രമേ ഉള്ളേ. അങ്ങനെ പിന്നീട് അതിനകത്ത് നിന്ന് എടുത്തതെന്ന് വെച്ചാൽ 3 ഗമ്മാണ് കേട്ടോ എടുത്തത്. നമ്മളെ ഫാബ്രിക് മറ്റേ ഉടുപ്പിനകത്തൊക്കെ സ്റ്റോൺ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇതാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അത് 3 അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ്. പക്ഷെ അത് അതിനകത്ത് തന്നെ നടന്ന് മുരടിച്ച് പോയി കേട്ടോ. അവൾ വേറെ മേടിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് അതെടുത്തിട്ട് ഞാൻ സുൽത്താനടുത്ത് വിശദീകരിക്കുക, ഇത് ഏതാണെന്നറിയോ എന്താണെന്നറിയോ എന്നൊക്കെ സുൽത്താനടുത്ത് ഞാൻ വിശദീകരിക്കുകയാണ്. പിന്നെ അതിനകത്ത് നിന്ന് എടുത്തത് കുറേ പേപ്പർ സാധനങ്ങളാണ്. അറിയാമല്ലോ അതെന്തായിരിക്കും എന്ന്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. ബില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ഉള്ളത്. പിന്നെ ഒരു കവറ്. ഈ കവർ ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇതന്ന് വാപ്പാക്ക് ഈ ബാഗിനകത്താട്ടോ ഫോൺ കൊണ്ടുപോയത്. വാപ്പയുടെ ഫോൺ പൊതിഞ്ഞുകൊണ്ട് പോയതാണ്. ഗിഫ്റ്റ് പേപ്പറെല്ലാം ഇട്ട് അതിനകത്താണ് കേട്ടോ പാക്ക് ചെയ്തത്. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അങ്ങനെ അതിനകത്ത് പിന്നെ വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഏതൊക്കെയോ സാധനങ്ങളൊക്കെ ആക്രിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പേഴ്സ് അങ്ങോട്ട് തുറക്കുമ്പോഴേ ATM കാർഡ്, പിന്നെ ഇലക്ഷൻ ID, പിന്നെ എന്തോ പാൻ കാർഡ്, പിന്നെ ഹോസ്പിറ്റൽ കാർഡായിരുന്നു മൊത്തം. NS ഉണ്ട്, പിന്നെ ബെൻസീറുണ്ട്, പിന്നെ മറ്റേ നമ്മളെല്ലാം ശങ്കേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് വെച്ചോ. LMS ഇങ്ങനെ കുറേ ഉണ്ട്. അതിനകത്ത് കുറച്ചേ വെച്ചിട്ടുള്ളൂ ഞാൻ. പിന്നെ കുറേ ഉണ്ട്. പിന്നെ ഞാൻ ഇലക്ഷൻ ID എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് കേട്ടോ സുൽത്താന പറഞ്ഞത്, ഇനി ഹാക്കേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ വല്ല പ്രശ്നമായാലോ എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ അതിനകത്ത് ആധാർ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്യാഷ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബാഗിലും പേഴ്സിലൊക്കെ ആയിട്ട് ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് വെക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ATM കാർഡ് തന്നെ 2-3 എണ്ണത്തിൽ 2 എണ്ണം ബ്ലോക്കാണ് കേട്ടോ. എല്ലാം GPay ഉപയോഗിച്ച് കാർഡെല്ലാം ബ്ലോക്കായി കേട്ടോ. പിന്നെ അത് റെഡിയാക്കാനും പോയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ലല്ലോ. എവിടെ പോയാലും GPay ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ATM നിന്ന് എടുക്കേണ്ടി വരുന്നില്ല. പിന്നെ വീഡിയോ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കയറുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടയ്ക്ക് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.